നല്ല രുചിയുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള ഒരു ഈസി ഇറച്ചിക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഈസി ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് മൊത്തം പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ആദ്യം നമുക്ക് സവോള വറക്കണം. അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവോള നീളത്തിലരിഞ്ഞത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാനായിട്ടാണ്. സവോള വറന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുക്കാം. ഒരു 10 കഷ്ണം ചുവന്നുള്ളി, 3 പച്ചമുളക്, 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി. ഇത്ര എടുത്ത് നമുക്ക് ചതച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി. ഇതേപോലെ ഒന്ന് ചതച്ച് വെച്ചു. മിക്സിയുടെ സെയിം ജാറിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നിറച്ച് പെരിഞ്ജീരകം പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോയും കൂടെ ചേർക്കാം. റഫായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് നമുക്ക് നരച്ചെടുക്കാം. ഇതേപോലെ നരച്ച് സവാളയൊക്കെ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സ്റ്റേജിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ അതിനകത്ത് മുളക് പൊടി, നമ്മൾ മസാലകൾ ചേർത്തു, കൂടാതെ ടൊമാറ്റോയും ആ മിക്സറിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ടത് വഴറ്റുക. മസാല ഇട്ടിട്ട് ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് വഴറ്റിയിട്ടുള്ളൂ. നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്നുണ്ട്, പച്ചമണം എന്തായാലും മാറും. ഇതിലേക്ക് പോത്തിറച്ചി ഞാൻ 1 കിലോയാണ്. കുറച്ച് എല്ലോട് കൂടുള്ള പീസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇറച്ചിയിട്ട ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റോളം വഴറ്റി. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ സവോള വഴറ്റാൻ നേരത്തെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇറച്ചിയുടെ വേവ് എപ്പോഴും ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കും. പിന്നെ വേവ് ആവശ്യത്തിനായിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് നേരം കുക്ക് ചെയ്യും. പ്രഷറൊക്കെ പോയിരിക്കുകയാണ്, ചെക്ക് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഞാൻ കുക്ക് ചെയ്തത് ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ഒരു 10 മിനിറ്റ് വെച്ചു. അപ്പോൾ കുറച്ച് കുക്കിംഗ് കുറവാണ്, വേവ് കുറവായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു വിസിലും കൂടെ കുക്ക് ചെയ്തു. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈസി ഇറച്ചിക്കറി നമ്മൾ ഈ ഒരു അയവിലാണ് എടുത്തേക്കുന്നത്, ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു എളുപ്പമാണ്. നമ്മൾ ആ ഉള്ളി വറക്കുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വളരെ എളുപ്പത്തിൽ കുക്കറിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ, ഇച്ചിരി പെർലൻ സ്റ്റൈലാണ് വേണ്ടെങ്കിൽ ഒന്നുകൂടെ ഇട്ട് പറ്റിച്ച് കോട്ട് ചെയ്ത രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എരിവ് ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ കൂടുതൽ എരിവൊക്കെ വേണമെങ്കിൽ പെപ്പർ ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.